ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പുറം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് റവയാണ്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് നമുക്ക് പൗഡറാക്കി എടുക്കണം, പൊടിച്ചെടുക്കണം. അതെന്നിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു കടായി എടുത്തിട്ട് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒട്ടും വലുപ്പം ഉണ്ടാവരുത്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ അതൊന്ന് മൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റവ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ട് നല്ലപോലെ ഇനി നമുക്കൊന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നാലേ മുഴുവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും വെള്ളം നന്നായിട്ട് പിടിക്കുന്ന പോലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേ ഞാൻ മിക്സ് ചെയ്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പം നന്നായിട്ട് എല്ലാവരുടെയും വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്, നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഉടച്ചത് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ റവയും ഉരുളക്കിഴങ്ങും ഒക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആയി കിട്ടണം. ഇപ്പം നന്നായിട്ട് അത് മിക്സ് ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റണം. ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് കൈയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരുവായ മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പം നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം അരിപ്പൊടി എടുക്കുക. കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ചേർക്കുന്ന ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്ക് റവയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല പോലെ റവയൊക്കെ സെറ്റായി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം നമുക്കിത് മൊത്തമായിട്ട് ഒരു 3-4 ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കയ്യിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ പരത്തില്ല, അതേപോലെ തന്നെ പരത്തിയാൽ മതി. പക്ഷെ പൊടി കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത്യാവശ്യം പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്കിത് നന്നായിട്ടൊന്ന് റോളാക്കി റിങ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അഥവാ നിങ്ങൾ പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചായിട്ട് പൊടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല പരത്താൻ എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കത്തിയിൽ കുറച്ച് പൊടിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിംഗ് ഒന്നും ആക്കണ്ട, ഈ ഒരു ഷേപ്പ് മതിയെങ്കിൽ ഈ കട്ട് ചെയ്ത് തന്നെ 2 പീസാക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. റിംഗ് ആക്കി അങ്ങനെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് റിംഗ് ആക്കി എടുത്താൽ മതി. റിംഗ് ആക്കി എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടമാവും അത് കാണാനായിട്ട്. പൊരിച്ച് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതേ 2 ആക്കിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എവിടെയും തന്നെ പൊട്ടലില്ലാണ്ട് നോക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ആ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല. ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ.
അപ്പോൾ ഇത് ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 3-4 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, കുറേ ഉണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ ഇത് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പം എല്ലാം 2 സൈഡും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇത് 2 സൈഡും അത്യാവശ്യം ഒന്ന് കളറായിട്ടുണ്ട്. ഈ ഒരു കളറ് മതി. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ഈ സമയത്ത്. നമ്മൾ ശരിക്കും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുമ്പോഴല്ലേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അതേപോലെ ഉണ്ടാവുക. പിന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഒട്ടും ചേർക്കാണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഫ്ലേവർ വന്നപ്പോൾ. അപ്പോൾ അതേ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ മാക്സിമം കഴിക്കാൻ നോക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം, അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, ഉള്ളിൽ നല്ല പൊള്ളയായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.